ഭക്ഷണപ്രിയനും സൽക്കാരപ്രിയനുമായ സലീം കുമാറിന്റെ ലാഫിംഗ് വില്ലയിലെ സ്വീകരണ മുറിയിൽ മാത്രമല്ല അടുക്കളയിലും നിറയെ കൗതുകങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ട് ചെന്നാൽ ബിരിയാണി ഉറപ്പായിരുന്നു. നല്ലൊരു പാചകക്കാരൻ കൂടിയായ അദ്ദേഹം ഉണ്ടാക്കിയ ഹൽവയും കേക്കും കഴിക്കാം. 5 അച്ചാറുകളെങ്കിലും ഉണ്ടാകും. ലെമൺ വൈനും രുചിക്കാം. ബിരിയാണിയിലും കേക്കിലും ചേർക്കുന്ന ഉണക്കമുന്തിരിക്കുമുണ്ട് പ്രത്യേകത. മുന്തിരി വാങ്ങി മഞ്ഞൾ, ഉപ്പ്, വിനാഗിരി എന്നിവ ചേർത്ത് അരമണിക്കൂർ വെച്ചിട്ട് ആവി കയറ്റി ഉണക്കിയെടുക്കും. ഒരെണ്ണം കഴിച്ചാൽ പിന്നെ പാത്രത്തിൽ നിന്ന് പിടിവിടില്ലെന്ന് മൂപ്പരുടെ ഗ്യാരണ്ടി. ദേശീയ സംസ്ഥാന അവാർഡുകൾക്ക് പുറമെ ഒട്ടേറെ ചിത്രങ്ങളും ശില്പങ്ങളും വലിയൊരു നെറ്റിപ്പട്ടവുമുണ്ട്. സുഖമില്ലാതെ കിടന്നപ്പോഴാണ് നെറ്റിപ്പട്ടം നിർമ്മിക്കാൻ പഠിച്ചത്. കലാകാരന്റെ വീടാണെന്ന് ഓരോ മുറിയും കാട്ടിത്തരുന്നു. നിറയെ കൊത്തുപണികൾ. വീടിന്റെ അകത്തെ ഡിസൈൻ മുഴുവൻ സ്വന്തം. എവിടെ പോയാലും കൗതുകമുള്ളവ വാങ്ങുന്നതായിരുന്നു ശീലം. അതെവിടെ എങ്ങനെ വയ്ക്കണമെന്നും അറിയാമായിരുന്നു. ഈ 2 നില വീടിന് ലാഫിംഗ് വില്ല എന്ന് പേരിട്ടതിനും കാരണമുണ്ട്. വയസ്സുകാലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളതാണ്. ഏതു മുറിയിൽ ഇരുന്നാലും സന്തോഷവും മനസ്സമാധാനവും വേണം. ഈ വീട്ടിലിരുന്നാൽ വേറെ എവിടേക്കും പോകേണ്ടെന്ന് തോന്നും. വീട് പണിയാൻ എത്ര രൂപയായെന്ന് ചോദിച്ചപ്പോൾ പണി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നൊന്നര ഞെട്ടി. വീണ്ടും ഞെട്ടാൻ താല്പര്യമില്ലാത്തതിനാൽ വീട് പണിയെക്കുറിച്ച് ഇപ്പോൾ ഓർക്കാറില്ല എന്നായിരുന്നു മറുപടി. വലിയൊരു വീട് വേണമെന്ന ആഗ്രഹമായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നത്. പലയിടത്തും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ യാത്രയ്ക്ക് പണമില്ലാത്തതിനാൽ ഒരാളോട് 20 രൂപ ചോദിച്ചു. വീട്ടിൽ ചെന്നിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എടോ തന്നെ ഞാൻ അറിയും, സ്റ്റേജ് പരിപാടികൾ കണ്ടിട്ടുണ്ട്, പണം തിരികെ വേണ്ട എന്നായിരുന്നു മറുപടി. അന്ന് ട്രെയിനിലിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അതെല്ലാം ഓർക്കുമ്പോൾ ആ പഴയ സലീം കുമാർ തന്നെ നോക്കി ചിരിക്കുമെന്ന് പറയുമായിരുന്നു. വിശാലമായൊരു ലൈബ്രറിയുമുണ്ട്. അവിടെ വേദോപനിഷത്തുകളും മലയാളത്തിലെ മിക്കവാറും എഴുത്തുകാരുടെ പുസ്തകങ്ങളുമുണ്ട്. ഹോം തിയേറ്റർ, ചെറിയൊരു മീൻകുളം, പച്ചക്കറിത്തോട്ടം എന്നിവയുമുണ്ട്. എന്താണ് അവിടെ ഇല്ലാത്തത് എന്ന് ചോദിച്ചവരോട് സന്തോഷമടക്കം എല്ലാമുണ്ട് എന്ന് പറയുമായിരുന്നു. ഗൃഹനാഥൻ പടിയിറങ്ങിയെങ്കിലും ലാഫിംഗ് വില്ലയിൽ ആ പൊട്ടിച്ചിരിയുടെ മുഴക്കമുണ്ട്. വീടിന് മാത്രമല്ല പേരിന് പിന്നിലുമുണ്ട് ചില കൗതുകങ്ങൾ. 5ാം വയസ്സുവരെ ഞാൻ മുസ്ലിമായിരുന്നു. അതിനുശേഷം വിശാല ഹിന്ദുവായി. വെള്ളിത്തിരിയിലും പുറത്തും പ്രേക്ഷകരെ ചിരിപ്പിച്ച സലീം കുമാറിന്റെ പേരിന് പിന്നിലും ഒരു രഹസ്യമുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ ജാതിരഹിതവും വിപ്ലവാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പ്രചോദനമാണ് പേരിന് പിന്നിലെ ആ രഹസ്യം. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൊടുമ്പിരി കൊണ്ടുനിന്ന കാലത്ത് പറവൂർ, ചെറായി, കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിലെ ഈഴവ യുവാക്കൾ സഹോദരൻ അയ്യപ്പന്റെ ആരാധകരായിരുന്നു. അവർക്ക് മക്കളുണ്ടായപ്പോൾ ജാതി തിരിച്ചറിയാതിരിക്കാൻ സലീം, ജലീൽ, ജമാൽ, നൌഷാദ് തുടങ്ങിയ പേരുകളിട്ടു. അങ്ങനെ ഗംഗാധരന്റെയും കൗസല്യയുടെയും മകനും സലീമായി. ചിറ്റാറ്റുപുഴ LPSൽ ചേരാൻ ചെന്നപ്പോൾ സലീം എന്ന പേര് മുസ്ലിം കുട്ടിയുടേതാണെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. പ്രശ്നം പരിഹരിക്കാൻ അധ്യാപകൻ തന്നെ പേരിനൊപ്പം കുമാർ എന്ന് ചേർത്ത് ഹിന്ദുവാക്കി. അങ്ങനെയാണ് 5 വയസ്സുവരെ താൻ മുസ്ലിമും അത് കഴിഞ്ഞ് വിശാല ഹിന്ദുവുമായതെന്ന് ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് സലീം കുമാർ തന്നെ പല ഇന്റർവ്യൂകളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മികച്ച നടൻ എന്നതിനപ്പുറം സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകളുള്ള അത് മറയില്ലാതെ പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു സലീം കുമാർ. പലപ്പോഴും പല കാരണങ്ങളാൽ ചലച്ചിത്ര പ്രവർത്തകർ തങ്ങളുടെ നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ മടിച്ചപ്പോൾ അദ്ദേഹം അത് ഉറക്കെ പറഞ്ഞു. സാമൂഹ്യ രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമല്ല, സിനിമാ രംഗത്തെ നീതികേടുകളും അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞു. അതിന്റെയൊക്കെ പേരിൽ അദ്ദേഹത്തിന് വിമർശനങ്ങളും തിരസ്കാരങ്ങളും നേരിടേണ്ടി വന്നു. മലയാളത്തിൽ പൊതുവെ സിനിമാക്കാർ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇടതുപക്ഷ നിലപാടുള്ളവരാണ് തങ്ങളുടെ നിലപാട് കുറച്ചെങ്കിലും വ്യക്തമാക്കാറുള്ളത്. അക്കാര്യത്തിൽ സലീം കുമാർ വ്യത്യസ്തനാണ്. ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് അനുഭാവിയാണെന്ന കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസ് അനുകൂല നിലപാടുകൾ പരസ്യമായി സ്വീകരിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയ നിലപാട് തുറന്നു പറയാൻ ഒരു ഭയവുമില്ലെന്നും രാഷ്ട്രീയ സ്വത്വം മറച്ചു വയ്ക്കുന്നത് സമൂഹത്തോടുള്ള വലിയ ചതിയാണെന്നുമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട്. കലാകാരൻ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നത് ശത്രുത മൂലമല്ലെന്നും ജനാധിപത്യപരമായ സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കാനാണെന്നും അദ്ദേഹം കരുതിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.